ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി മീൻ പൊരിച്ചതും അതിൻ്റെ കൂടെ ഒരു ഗ്രേവിയോട് കൂടി വരുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീൻ പൊരിച്ചതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മസാല അല്ല, മുളകും മഞ്ഞളും തേച്ചിട്ട് പൊരിക്കുന്ന സാധാരണ ഒരു മീൻ പൊരിച്ചതല്ല. ഇതൊരു പ്രത്യേകത ഉള്ളൊരു മീൻ പൊരിച്ചതാണ്. അപ്പോൾ നമുക്ക് ഡെയിലി ഒന്നും ഇത് ഉണ്ടാക്കാൻ കഴിയില്ല, പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മസാലയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ ഈ അമ്മ ഹോട്ടൽ അങ്ങനത്തെ ഒക്കെ ഫേമസ് ആയിട്ടുള്ള നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന ആ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയിട്ട് അതിൽ ഓൾ എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അയക്കോറാണ് എടുത്തത്. അതിൻ്റെ ഒരു 6 പീസ് അയക്കോറുണ്ട്. അപ്പോൾ ഈ മീൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഇഷ്ടമുള്ള മീൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു മസാല ആദ്യം അരച്ചുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അരക്കാനുള്ള സാധനങ്ങളാണിത്. വറ്റൽമുളക് വേണം, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം വേണം, ഒരു ടീസ്പൂൺ കുരുമുളക് വേണം, പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും വേണം. മുളക് പിന്നെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടി അത്രയും എടുക്കുക കേട്ടോ. എരിവിന് ആവശ്യമായിട്ടുള്ളത് അത്രയും എടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഞാൻ മുഴുവനായിട്ട് ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, എത്രയും വേണം. പിന്നെ വേണ്ടിയത് തേങ്ങാപ്പാലിലാണ് ഈ ഒരു മസാല നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഫ്രഷ് തേങ്ങാപ്പാൽ കിട്ടുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് നല്ല വെള്ളം ചേർക്കാണ്ട് തേങ്ങ അങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന അത്രയും കട്ടിയുള്ള പാലെടുക്കുക. എനിക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ ആദ്യം നല്ലോണം അരക്കണം. അരക്കാൻ പറഞ്ഞാൽ നല്ല ചതുങ്ങി കിട്ടണം. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കണ്ട, ഇങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിത് മൂടിയിട്ട് അരച്ചിട്ട് ഇടട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണിപ്പോൾ ഇതിൻ്റെ ഒരു ഇതുള്ളത്. ഇനി ബാക്കി അരയിൽ നമ്മൾ കോക്കനട്ട് മിൽക്കും എല്ലാം കൂടെ ചേർത്തിട്ട് അരക്കുന്ന സമയത്ത് ബാക്കി അരഞ്ഞോളും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു തേങ്ങാപ്പൊടിയാണ്. നമ്മളെ മാഗിൻ്റെ പൊടിയില്ലേ, അതാണിത്. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീര് മുഴുവനും അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ഉലുവൻ്റെ പൊടിയാണ്, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത്രയാണ് സാധനങ്ങൾ ഇട്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇനി ഞാൻ ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ഫ്രഷ് പാലാണ് ഒഴിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുത്തതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മസാല ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതാണ്. അപ്പോൾ ഇത് ഫ്രഷ് മുഴുവനായിട്ടാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ആദ്യം അരക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇവിടെ പേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും മുഴുവനത്തോടെ ഇട്ടിട്ട് ഒന്നിച്ചങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ മീൻ പൊരിച്ചതിൻ്റെ സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു മസാലേനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മളിപ്പോൾ മിക്സിയിൽ പകരം നമ്മളെ അരകല്ല്, നമ്മളെ അമ്മിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അമ്മിമേലൊക്കെ വെച്ചിട്ട് അരക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ അമ്മി കഴുകിയ വെള്ളമൊക്കെ നമ്മൾ ഇതിലേക്ക് എടുക്കുമല്ലോ, അതുപോലെ ഞാനിപ്പോൾ ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ കഴുകിയിട്ട് ആ മസാല മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ വെള്ളവും ഈ ഒരു മസാലയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു പാത്രം എടുത്ത് വെക്കുക. പ്ലേറ്റ് അടുത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ ഓരോ പീസ് മീനും ഇതിൽ മുക്കിയിട്ട് നല്ലോണം കോട്ട് ചെയ്യുന്ന രീതിയിൽ നല്ലോണം മസാല തേച്ചിട്ട് എല്ലാ മീനിലും ഇതേപോലെ തേച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വലിയ ടൈപ്പ് മീനാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പിന്നെ അയിലയിലൊക്കെ ചെയ്താൽ നല്ലത് തന്നെയാണ്, പക്ഷേ മത്തിക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അയില ഉപയോഗിക്കുക, അതുപോലെ ആവോലി ഉപയോഗിക്കുക. അങ്ങനത്തെ ഒക്കെ നല്ല നല്ല ദശക്കട്ടിയുള്ള മീനാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. ഇനി ഈ മസാല നിങ്ങൾ വേസ്റ്റ് ആക്കരുത്, അതവിടെ വെക്കണം, നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അത്. അപ്പോൾ ഈ മീൻ ഇനി ഒരു മിനിമം 15 മിനിറ്റ് ആണെങ്കിൽ നമ്മളൊന്ന് മാറ്റി വെക്കണേ. എന്നിട്ടാണ് നമ്മളിത് പൊരിക്കാൻ തുടങ്ങുക. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു നാടൻ മീൻ പൊരിച്ചതായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലാണ് ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു മീൻ ഞാൻ വെച്ചിട്ട് കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം വലിയ പാൻ ആയതുകൊണ്ട് ആ 6 പീസ് ഒന്നിച്ച് ഇതിൽ പോകുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു ഭാഗം ബ്രൗൺ ആയാലും ഇളക്കി കൊടുക്കുക. കാരണം തേങ്ങാപ്പാലിൽ തേച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് പൊരിക്കുന്ന സമയത്ത് തന്നെ. സാധാരണ ഒരു ഉപ്പും മഞ്ഞളും മുളകൊന്നും തേച്ച് പൊരിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഇതിന്, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ അരച്ചൊക്കെ ഉണ്ടാക്കേണ്ടതുകൊണ്ട് നമുക്ക് എപ്പോഴൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, എന്നാലും എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ 2 ഭാഗവും നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് മുഴുവൻ മാറ്റിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മേലിടാനുള്ള ഗ്രേവി ഉണ്ടാക്കുന്നത് കേട്ടോ. ഗ്രേവി അല്ല, ഒരു ഡ്രൈ മസാല.
അതും കൂടെ വരുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ ഞാനിപ്പോൾ 25 ചെറിയുള്ളി അരിഞ്ഞ് വെച്ചതാണിത്. അപ്പോൾ ചെറിയുള്ളിയാണ് ഇതിനേറ്റവും ടേസ്റ്റ്. ഇനിയിപ്പോൾ അഥവാ ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, എടുക്കാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെല്ലുള്ളി ഉപയോഗിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ തുടങ്ങിയാൽ മതി കേട്ടോ, അത്രേ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി 2-3 പീസായിട്ട് അരിഞ്ഞ് വെച്ചതാണിത്. അത്രേ വേണ്ടിയുള്ളൂ കേട്ടോ, കൂടുതലായി പോകാൻ പാടില്ല. ഒരു 2-3 പീസ് തക്കാളി അത്രേ ആവശ്യമുള്ളൂ. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതാക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള മസാല ഇല്ലേ, ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലിനി എക്സ്ട്രാ ഉപ്പൊന്നും വേറെ ആഡ് ചെയ്യൊന്നും വേണ്ട. എല്ലാ മസാലയും ഉപ്പൊക്കെ ഇതിലുള്ളതുകൊണ്ട് ഈ ഒരു ഇതിൽ വേറെ ഉപ്പൊന്നും ചേർക്കേണ്ടിയില്ല, ഇതന്നെ മതി കേട്ടോ. ഇനി ഇത് തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു മസാലേൻ്റെ പച്ച മണമൊക്കെ ഒന്ന്, പച്ച ചൊയെല്ലാം ഒന്ന് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിൻ്റെ ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പും പുളിയൊക്കെ ഇല്ല എന്നുള്ള സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ ഇതാണ് നമ്മളിനി ഈ ഒരു മീനിൻ്റെ മുകളിലേക്ക് ഇടുന്ന മസാല. അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ഒരു മീൻ കഷ്ണം വെക്കുന്നുണ്ട്. മീൻ കഷ്ണത്തിന് ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാൻ അടിയിൽ 3 വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡ്രൈ മസാല വെച്ച് കൊടുക്കണം കേട്ടോ. ശരിക്കും നമ്മൾ അമ്മ ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടുന്ന ഒരു ഇതായിരിക്കും. അതേപോലെ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, നാടൻ ഊണൊക്കെ കിട്ടുന്ന ഒരുപാട് സ്ഥലത്ത്. അവിടുത്തെ ഫിഷ് ഫ്രൈ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കിട്ടുന്ന നല്ലൊരു അടിപൊളി മസാലയും ഇതൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വിട്ടുപോകരുത്. എപ്പോഴെങ്കിലും എന്താ പറയുക, നല്ല മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. പിന്നെ ചോറിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കറീൻ്റെ ആവശ്യമില്ല. ഉച്ചക്ക് ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഒന്നും വേറൊരു കറീൻ്റെ ആവശ്യമായിട്ട് വരില്ല, ഇതന്നെ മതി, നല്ല ടേസ്റ്റാണ്. ഇതന്നെ ഇപ്പോൾ ഞാനിപ്പോൾ 2 നേരത്തേക്കാണ്, നമുക്ക് ഉച്ചക്കും രാത്രിയും ഉപയോഗിക്കാമെന്നുള്ളതിലാണ് ഇത്രയും ഉണ്ടാക്കിയത്. അപ്പോൾ അതായത് ഞാനൊന്ന് തക്കാളിയും ഒരു ലെമണും എല്ലാം വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയില്ല എത്ര ടേസ്റ്റി ആയിരിക്കും എന്നുള്ള. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.